മക്കളെ, ഈ കഴിഞ്ഞ അക്കാഡമിക് ഇയർ അഥവാ 2025 LBSലെ BSc നേഴ്സിംഗ് ഏതൊക്കെ പ്രോഗ്രാമുകളാണെന്ന് പറയാം. BSc നേഴ്സിംഗ്, അതേപോലെ പാരാമെഡിക്കൽ കോഴ്സസ്, ഈ പ്രോഗ്രാമുകൾക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത കുട്ടികൾ, അതായത് ഈ കഴിഞ്ഞ വർഷത്തെ LBSൻ്റെ BSc നേഴ്സിങ്ങിനോ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സിനോ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ ഫീസ് അടയ്ക്കുകയോ മറ്റോ ചെയ്ത കുട്ടികൾക്ക് റീഫണ്ടിനുള്ള പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റീഫണ്ട് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ബാധകമാണ്. ഓക്കെ, അപ്പോൾ റീഫണ്ട് ഉണ്ടോ എന്നൊക്കെ നമുക്കിതിൽ മനസ്സിലാക്കാം. അപ്പോൾ BSc നേഴ്സിങ്ങിനോ പാരാമെഡിക്കലോ നിങ്ങളൊരു ഫീസ് അടച്ചിട്ടുണ്ട്, നിങ്ങൾ ജോയിൻ ചെയ്തോ ഇല്ലയോ ഉള്ള രണ്ടാമത്തെ കാര്യം. നിങ്ങൾ ജോയിൻ ചെയ്തു, പക്ഷേ നിങ്ങൾ അടച്ചിരുന്നത് കൂടുതൽ ഫീസാണെങ്കിൽ ബാക്കി എക്സസ് ഫീസ് തിരിച്ചു കിട്ടും. നിങ്ങൾ ഫീസ് അടച്ചിരുന്നു, പിന്നീട് നിങ്ങൾ അതിനു മുമ്പ്, അതായത് കോമ്പൻസേഷൻ പീരീഡിന് മുമ്പ് നിങ്ങൾ റിസൈൻ ചെയ്തു, അപ്പോഴും നിങ്ങൾക്ക് റീഫണ്ട് കിട്ടാം. അപ്പോൾ അങ്ങനെ റീഫണ്ട് കിട്ടാൻ സാധ്യതയുള്ള എല്ലാവർക്കും റീഫണ്ട് കിട്ടും. അത് നിങ്ങൾക്ക് റീഫണ്ട് ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ ആ പ്രൊസീജിയർ കൂടി പറയാം. അപ്പോൾ ഇതിലാർക്കും എനിക്ക് റീഫണ്ട് കിട്ടാൻ സാധ്യതയുണ്ടോ, ഞാൻ റിസൈൻ ചെയ്തത് എപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഇത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് റീഫണ്ട് ഉണ്ടോ എന്ന് മനസ്സിലാക്കാം. അങ്ങനെ അതറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ LBSൻ്റെ സൈറ്റിൽ ഈ 3 ഡോട്ട് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ മറ്റൊരു പേജിലേക്ക് വരും. അങ്ങനെ നിങ്ങളിത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നേരെ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാം. ലോഗിൻ ഓപ്ഷൻ ഉണ്ട്, ആപ്ലിക്കേഷൻ ഇൻഫർമേഷൻ റിക്കവറി ഉണ്ട്, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. അതിൽ നിങ്ങൾ ലോഗിൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ലോഗിൻ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അടുത്ത പേജിലേക്ക് വരും. ഇങ്ങനൊരു പേജിലേക്ക് വരും. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക. ഈ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ ID-യും അതേപോലെ നിങ്ങളുടെ പാസ്വേഡും കൊടുക്കാനുള്ള ഒരു കോളം വരും. നിങ്ങൾ ആ രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഹോം പേജിലേക്ക് വരും. ഇതാണ് നിങ്ങളുടെ ഹോം പേജ്. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസും നിങ്ങൾ എത്ര അടച്ചു അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിലും ഉണ്ടാവും. ജസ്റ്റ് ഇത് ശ്രദ്ധിക്കുക. ഇതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇത് നിങ്ങളുടെ ഹോം പേജ് തന്നെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡോട്ട് വീണ്ടും ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാവും, ഇവിടെ നിങ്ങളുടെ പേരുണ്ടാവും, ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഈ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കാണാം. ഇവിടെ താഴേക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ, കോഴ്സസ്, അക്സെപ്റ്റഡ് ഡേറ്റ, ഇൻഡെക്സ് മാർക്ക്, അലോട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ നിങ്ങൾ ഈ അലോട്ട്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഈ അലോട്ട്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് താഴെ പബ്ലിഷ്ഡ് അലോട്ട്മെൻറ്റ്, റീഫണ്ട്, ഓപ്ഷൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ഉണ്ടാവും. ഇതിൽ ഈ റീഫണ്ട് ക്ലിക്ക് ചെയ്യുക. ഈ റീഫണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു പേജിൽ വരും. അവിടെ നിങ്ങളുടെ റീഫണ്ട് റിക്വസ്റ്റ് എന്നുണ്ടാവും, നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് ഇവിടെ ഉണ്ടാവും, നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സ് ഇവിടെ ഉണ്ടാവും, നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ഉണ്ടാവും, നിങ്ങൾ എത്ര ഫീ അടച്ചു എന്നുള്ള ഡീറ്റെയിൽ ഉണ്ടാവും. ഇനി നിങ്ങളെ ഫീ അടച്ചതിൻ്റെ റെസിപ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അത് ഓൺലൈനായിട്ടാണ് അടച്ചതെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട്, ഇനി ചലാൻ വഴിയാണെങ്കിൽ ആ ചലാന് ഇതുണ്ടാവും. ആ പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ ചലാൻ അതിൻ്റെ ഒരു സ്കാൻഡ് ഇമേജ് നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ചൂസ് ഫയൽ എന്നുണ്ട്, അവിടെ ഫയൽ ചൂസ് ചെയ്യുക, ആ സ്കാൻഡ് ഇമേജ് അപ്ലോഡ് ചെയ്തേക്കുക. അപ്പോൾ ഇവിടെ അപ്ലോഡ് നോട്ട് അപ്ലോഡഡ് എന്നാണ്, അത് അപ്ലോഡഡ് കാണിക്കും. അത് ചിലപ്പോൾ ഉടനെ കാണിച്ചില്ലെങ്കിലും പിന്നീട് അടുത്ത ദിവസങ്ങളൊന്ന് ലോഗൗട്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കാണിച്ചോളും. അപ്പോൾ ആ ഫയൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ അപ്ലോഡ് ചെയ്യുക. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഫയലൊക്കെ അപ്ലോഡ് ചെയ്തു, അപ്ലോഡ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കാണാം റീഫണ്ട് എമൗണ്ട് എത്ര എന്ന് കാണിക്കും. ഇവിടെ നോക്കുക, 25,000 രൂപ റീഫണ്ട് എമൗണ്ട് ആണ്. എന്തുകൊണ്ടാണ് റീസൺ എന്ന് കാണിച്ചിട്ടുണ്ട്, എക്സസ് ഫീ ആണ്. ആവശ്യത്തിൽ കൂടുതൽ ഫീ നിങ്ങൾ അടച്ചിരുന്നു, അവിടെ നിങ്ങൾ എത്രയാണോ അടയ്ക്കേണ്ടത് അതിൽ കൂടുതൽ അടച്ചിട്ടുണ്ട്. അപ്പോൾ റീഫണ്ട് എമൗണ്ട് എത്രയാണ്, 25,000 രൂപ എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അറിയാം നിങ്ങൾക്ക് റീഫണ്ട് കിട്ടാൻ സാധ്യത. ഇവിടെ ഇല്ലെന്നാണെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടാനില്ല. ഇവിടെയാണ് നിങ്ങൾക്ക് എത്ര റീഫണ്ട് കിട്ടാനുണ്ട് എന്ന് കാണിക്കുക. എന്നിട്ട് അതിൻ്റെ താഴേക്ക് നിങ്ങൾക്ക് ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കാൻ അതിൻ്റെ താഴേക്കുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുക, അക്കൗണ്ട് നമ്പർ റീടൈപ്പ് ചെയ്യുക, IFSC കോഡ് കൊടുക്കുക, വെരിഫിക്കേഷൻ കൊടുക്കുക, ബാങ്കിൻ്റെ പേര്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഈ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്ന് ബാങ്കിൻ്റെ പേരൊക്കെ കിട്ടും IFSC കൊടുക്കുന്നത് കൊണ്ട്. പിന്നെ ഡിസ്ട്രിക്റ്റും ബ്രാഞ്ചും ഒക്കെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ്, ഫ്രണ്ട് പേജ് ഓഫ് യുവർ പാസ്ബുക്ക്, നിങ്ങളുടെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് ഇവിടെ അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ സ്കാൻഡ് ഇമേജ് ക്ലിയർലി വിസിബിൾ ആയിരിക്കുന്ന ഒരു സ്കാൻഡ് ഇമേജ് ആയിരിക്കണം. ബ്ലറൊന്നും ആയിരിക്കരുത്, ക്ലിയർലി വിസിബിൾ ആയിരിക്കുന്ന ഒരു ഫയൽ ഇവിടെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ അപ്ലോഡ് എന്നുള്ളത് അപ്ലോഡഡ് കാണിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഓൾറെഡി ചൂസ് ഫയൽ കൊടുത്ത് ഫയൽ ചൂസ് ചെയ്തതിന് ശേഷം അപ്ലോഡ് കൊടുക്കുക. ഈ നോട്ട് അപ്ലോഡഡ് മാറിയിട്ട് അവിടെ അപ്ലോഡഡ് എന്ന് കാണിച്ചോളും, അതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ നിങ്ങൾ ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്യുക. ഈ ഫയൽ ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്യുക. ഈ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവിടെ, അക്കൗണ്ട് ഓൺഡ് ബൈ കാൻഡിഡേറ്റ്സ് ഓൺലി വിൽ ബി ആക്സെപ്റ്റഡ്. കുട്ടിയുടെ പേരിലുള്ള അക്കൗണ്ടേ പരിഗണിക്കൂ.
അപ്പോൾ കുട്ടിയുടെ പേരിലുള്ള അക്കൗണ്ട് മാത്രമേ പരിഗണിക്കൂ. അതുകൊണ്ട് കുട്ടിയുടെ പേരിലുള്ള പാസ്ബുക്ക് ആയിരിക്കണം. ഇനി ഇവിടെ അത് കൊടുത്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് റെഗുലർലി ഇവിടെ ചെക്ക് ചെയ്യാം റീഫണ്ട് സ്റ്റാറ്റസ്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നാൽ ഇവിടെ റീഫണ്ട് എന്ന് കാണിക്കും. റിമാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ വരും. അപ്പോൾ ഇനിയുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പീരിയോഡിക്കലി ഇവിടെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ലോഗിൻ ചെയ്യുക, സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യുക. ചെയ്ത് നിങ്ങൾ ഈ പേജിൽ വന്ന് റീഫണ്ട് സ്റ്റാറ്റസ് നിങ്ങൾ വൺസ് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ ചില കുട്ടികൾ ഓൾറെഡി ചെയ്തു, കാരണം ഇത് തുടങ്ങിയിരുന്നു കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ അത് പ്രോപ്പർലി വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു ഒരു പ്രശ്നം. ചില കുട്ടികൾ അതിനിടയ്ക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്ത കുട്ടികൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം, അങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് കുറച്ച് കുട്ടികൾ, എനിക്ക് റീഫണ്ട് ഞാൻ ചെയ്തു, എൻ്റെ അപ്ഡേറ്റ് ഒന്നും കാണുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് റീഫണ്ട് സ്റ്റാറ്റസ് അറിയാം. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് കൊടുക്കണം കേട്ടോ. ഇത് സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ബാക്കി പ്രൊസീജിയർ വരിക. അപ്പോൾ ഈ പേജ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ സബ്മിറ്റ് കൊടുക്കണം. പിന്നീട് നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റുകളും ഇവിടെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് അപ്ഡേറ്റുകളോ നോട്ടിഫിക്കേഷനോ വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യും. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.